കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി കേരളത്തിൽ കൊച്ചിയിൽ ആഗോളതല നിക്ഷേപ സംഗമം നടന്നു വരികയാണ്. ഞാൻ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ കേരളത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നില ഈ ആഗോള സംഗമത്തിൽ പ്രകടമായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാവിയെ കണക്കാക്കി, കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണമാണ്. അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. നിലവിലുള്ള തൊഴിലാളികളുടെ കൂലിയും ജോലിയും സംരക്ഷിക്കപ്പെടണം. ഇതിനൊക്കെ സഹായകരമായ നിലയിലാണ് കേരള ഗവൺമെൻറ് വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വന്ന ഒരു ഹോംവർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആഗോള സംഗമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആഗോള സംഗമത്തിൻ്റെ ഭാഗമായി വരുന്ന നിക്ഷേപം കേരളത്തിൻ്റെ ഭാവി പുരോഗതിക്ക് വലിയ തോതിൽ ഉറപ്പുണ്ടാക്കും. അതാണ് ഇപ്പോഴത്തെ ഈ സംഗമത്തിൻ്റെ പ്രത്യേകത. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞാലും കേരളം ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ പ്രത്യേകത. കേന്ദ്രമന്ത്രിമാരായ 2 പേർ ഈ പരിപാടിയിൽ നേരിട്ട് സംബന്ധിക്കുകയുണ്ടായി. കേന്ദ്രത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗഡ്കരി, നിതിൻ ഗഡ്കരി, അദ്ദേഹം ഓൺലൈനിലാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ട് 50,000 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വിദേശത്തായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പ്രയാസം അദ്ദേഹം അറിയിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നതിന് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും അദ്ദേഹം പ്രകീർത്തിക്കുകയുണ്ടായി. 50,000 കോടി രൂപ 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ ചെലവഴിക്കത്തക്ക നിലയിലുള്ള നിർദ്ദേശമാണത് മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശം നടപ്പിലാക്കിയാൽ കേരളത്തിന് ഭാവിയിൽ വലിയ തോതിലുള്ള ഈ റോഡ് ഗതാഗതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.